നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന മലപ്പുറം ജില്ലയിലെ ചരിത്രപ്രധാനമായ പട്ടണം പൊന്നാനി. പൊന്നാനിപ്പുഴ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ അറബിക്കടലിനോട് വന്നു ചേരുന്ന തുറമുഖ പട്ടണം. പുരാതന കാലം മുതൽ ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രമായിരുന്നു പൊന്നാനി. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാർ 14-ാം നൂറ്റാണ്ട് മുതൽ പൊന്നാനിയെ അവരുടെ രണ്ടാം ആസ്ഥാനമാക്കിയിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ അടിയിളകാതെ പോരാടിയ വീരയോദ്ധാക്കളുടെ ചരിത്രവും പൊന്നാനിക്കുണ്ട്. സാമൂഹികവും സാംസ്കാരികവും സാഹിത്യപരവുമായ പൈതൃകം പൊന്നാനിയുടെ തിരുവോരങ്ങളിൽ ഒരിക്കലും മായ്ക്കപ്പെടാനാവാത്ത മഷിയാൽ എഴുതപ്പെട്ടു. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പൊന്നാനി വലിയ ജുമുഅ മസ്ജിദ് പട്ടണത്തിൻ്റെ മുഖമുദ്രയാണ്. യമനിലെ പ്രസിദ്ധ ഇസ്ലാമിക കുടുംബമായ മഖ്ബരി കുടുംബത്തിൻ്റെ പിന്മുറക്കാരനായ സൈനുദ്ദീൻ മക്തു ഒന്നാമൻ 16-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിക്കുന്നത്. പിന്നീട് ഇസ്ലാമിക പഠനത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായി മാറി. സുമാത്ര, ജാവ, ശ്രീലങ്ക തുടങ്ങിയ അനേക രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിക പഠനത്തിന് ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ സൊഗീർ ജാമിയാത്തുൽ അസ്ഹർ എന്ന നാമവും നൽകപ്പെട്ടു. അനേകം പ്രത്യേകതകളുള്ള ഈ പള്ളി ഇന്നും പഴമ നഷ്ടപ്പെടാതെ സ്ഥിതി ചെയ്യുന്നു. പൊന്നാനിക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ നാട്, അതേപ്രകാരം തന്നെ പള്ളികളുടെ മഹാനഗരി എന്നൊക്കെയുള്ള പല വിശേഷങ്ങളുണ്ട്. പൊന്നാനി നഗരസഭയിൽ ഇപ്പോൾ ഏകദേശം 90ഓളം പള്ളികളുണ്ട്. അതിൽ 50ഓളം പള്ളികൾ ജുമാഅത്ത് പള്ളികളാണ്. ബാക്കി 40 നിസ്കാര പള്ളികളുമുണ്ട്. കേരളത്തിൽ ഇത്രത്തോളം പള്ളികൾ ക്രോഡീകരിക്കപ്പെട്ട മറ്റൊരു പ്രദേശം ഒരുപക്ഷെ കാണാൻ സാധിക്കില്ല, നഗരസഭ. അതിനുള്ള പ്രധാന കാരണം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. അദ്ദേഹം ഇവിടെ പള്ളി സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം ആ അവസരത്തിൽ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിക്ക് പുറമെ സിയാറത്ത് പള്ളി, തോട്ടുങ്ങൽ ജുമാ മസ്ജിദ്, അതേപ്രകാരം തന്നെ മഖ്ദൂമിയ അകത്തെ പള്ളി, തിരുവത്ത് പള്ളി, ഇങ്ങനെയുള്ള പള്ളികളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ തന്നെ 20% മാത്രമേ ഉണ്ടായിരുന്നു എന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രകൃതിയായ തുഹ്ഫത്തുൽ മുജാഹിദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഇവിടെ ദർസ് സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ദർസ് പഠനത്തിനായി, ഉന്നത പഠനത്തിനായി പൊന്നാനിയിലേക്ക് വരികയും അവർ ഇവിടെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഒരു സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു പൊന്നാനി. പല ആവശ്യങ്ങൾക്ക് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് ക്രോഡീകരിക്കുന്ന സമ്പ്രദായമുണ്ടായി. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷമാണ് പല പ്രദേശങ്ങളിലും ഒരു മുസ്ലിം ക്രോഡീകരണം ഉണ്ടായപ്പോൾ പള്ളികൾ കൂടുതൽ ആവശ്യമായി വരികയും അങ്ങനെ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ആയതുകൊണ്ടിട്ടാണ് പള്ളികളുടെ മഹാനഗരി കേരളത്തിലെ മക്ക, പിന്നെ അതോടൊപ്പം തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപനത്തിൻ്റെ കേന്ദ്രം, ഇങ്ങനെ പല വിശേഷങ്ങളും ഉണ്ടായതുകൊണ്ടിട്ടാണ് പൊന്നാനിയെ ചെറിയ മക്ക, കൈരളിയുടെ മക്ക എന്നൊക്കെ വിളിക്കപ്പെടാൻ ഒരു പ്രധാന കാരണം. അതിനെല്ലാം പുറമെ പള്ളി സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ദർസിൽ പഠനം നടത്താൻ വേണ്ടി കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിം വിദ്യാർത്ഥികൾ കൂടുതലായി ഇങ്ങോട്ട് വരികയും അവർ ഇവിടെ താമസമാക്കുകയും അങ്ങനെ താമസമാക്കിയ പല തറവാടുകളും പിന്നീട് ആ തറവാടിൻ്റെ നായകന്മാർ മുസ്ലിയാന്മാരായി തീരുകയും ചെയ്തു. അപ്പോൾ മുസ്ലിയാന്മാരായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനിയിൽ മുസ്ലിയാന്മാരുടെ പേര് ചേർത്ത് പല തറവാടുകളും ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഇന്നും പൊന്നാനിയിൽ തുടരുന്നുണ്ട്. ആ കാണുന്ന മൗനത്തുൽ ഇസ്ലാം സഭ, അത് ഇസ്ലാമിക അംഗീകൃത മതമാറ്റ കേന്ദ്രമാണ്.
1900-ലാണ് അത് സ്ഥാപിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നും മതമൈത്രി പ്രാണവായു പോലെ അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് പൊന്നാനി. ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് പൊന്നാനി ആസ്ഥാനമായി ഇതേ നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ ഒരു ക്രോഡീകരണം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണഹേതുവായത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1467-1522 കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ചേരമാൻ പള്ളി സ്ഥാപിച്ച് അതേ കാലഘട്ടത്തിൽ തന്നെ മാലിക് ബിൻ ദിനാറിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക പാരമ്പര്യം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധനം കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും പ്രചരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ അബ്ദുൽ മജീദ് ബിൻ മാലിക് പൊന്നാനിയുടെയും പുതുപൊന്നാനിയുടെയും കാളിയായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം ചേരമാൻ പെരുമാളുടെ കാലഘട്ടം മുതൽ തന്നെ ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ അതിനൊരു വ്യാപനം ഉണ്ടാകുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ കാലഘട്ടം മുതലാണ്. അദ്ദേഹം പൊന്നാനിയിൽ വന്നു താമസിച്ചു. ഇവിടെ നിന്ന് ഉപരിപഠനത്തിനായി കോഴിക്കോട് പോയി. കോഴിക്കോട് നിന്ന് പരിശുദ്ധ ഭൂമിയായ മക്കയിലേക്ക് പോയി. മക്കയിൽ നിന്ന് ഈജിപ്തിലെ അക്കാലത്തെ വിശ്വപ്രശസ്ത സർവകലാശാലയായ അൽ അസ്ഹറിൽ പഠനം നടത്തി 1490-കളുടെ അവസാനത്തോടുകൂടി പൊന്നാനിയിലേക്ക് തിരിച്ചു വരികയും അതിനുശേഷം ഈ പള്ളിയുടെ പരിസരത്ത് മഖ്ദൂമിയ അകത്തെ പള്ളി കേന്ദ്രമാക്കി ഇസ്ലാമിക വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ക്രിസ്താബ്ദം 1500-കളിലാണ് അങ്ങനെ ഇസ്ലാമിക വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മഖ്ദൂമിയ അകത്തെ പള്ളി. അതായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ ആദ്യത്തെ തട്ടകം. അവിടെ ഇരുന്നു കൊണ്ടാണ് ചരിത്ര പ്രസിദ്ധമായ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി സ്ഥാപിച്ചത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കേരളത്തിലെ ആദ്യത്തെ പള്ളി ചേരമാൻ പള്ളിയാണെങ്കിലും ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപനത്തിന് തുടക്കം കുറിച്ചത് ഈ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ്. അദ്ദേഹം പള്ളി സ്ഥാപിച്ചതിന് ശേഷം, പള്ളി സ്ഥാപിക്കുന്നത് ഹിജറ 925-ലാണ്. ക്രിസ്താബ്ദം 1518-ലാണ് ഈ പള്ളി സ്ഥാപിക്കുന്നത്. ഈ പള്ളി സ്ഥാപിച്ചതിന് ശേഷം അസ്ഹരിയൻ പഠന രീതിയും, അതായത് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിൻ്റെ അസ്ഹരിയൻ പഠന രീതിയും കേരളത്തിൻ്റെ പാരമ്പര്യമുള്ള ഗുരുകുല സമ്പ്രദായവും സമന്വയിപ്പിച്ചും കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സിലബസ് ക്രോഡീകരിക്കുകയും ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിലായി കുറേ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഉണ്ടായി. അങ്ങനെ ഗ്രന്ഥങ്ങൾ രചിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ താൻ സ്ഥാപിച്ച വലിയ ജുമാഅത്ത് പള്ളിയുടെ ദർസിൽ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തു. ആ ദർസിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങൾക്ക്, പഠിതാക്കൾക്ക് വിളക്കത്തിരിക്കൽ എന്ന് പറയുന്ന ഒരു ബിരുദം നൽകുകയും ചെയ്തു. ആ ബിരുദം സമ്പാദിച്ച പഠിതാക്കളാണ് ആദ്യമായി മുസ്ലിയാമാർ എന്നറിയപ്പെട്ടത്. മുസ്ലിയാമാർ എന്ന് പറഞ്ഞാൽ മുസ്ലിഹ് പ്ലസ് യാറാണ് പിന്നീട് ലോപിച്ച് മുസ്ലിയാറായത്. അതിന് പരിഷ്കർത്താക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ദർസ് ആരംഭിച്ച് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ നിരവധി മുസ്ലിയാമാർ ഇറങ്ങുകയും ആ മുസ്ലിയാമാരെല്ലാം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മഹല്ലുകളിൽ, അക്കാലത്ത് മഹല്ല് സമ്പ്രദായം രൂപപ്പെട്ടിട്ടില്ല, പക്ഷേ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ക്രോഡീകരിച്ച വിവിധ പ്രദേശങ്ങളിലേക്ക് ഇവരെ ക്ഷണിച്ചു കൊണ്ടുപോവുകയും അവർ ആ പ്രദേശങ്ങളിൽ ഖതീബന്മാരായോ മുദരിസന്മാരായോ ഇമാമുമാരായോ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു.
അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ ആസ്ഥാനമായ പള്ളിയാണ് പൊന്നാനിയിലെ ചരിത്ര പ്രസിദ്ധമായ വലിയ ജുമാഅത്ത് പള്ളി. അങ്ങനെ ഇസ്ലാമിക വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച് ഈ കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാരുടെ വ്യാപകമായ ആക്രമണം 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഉണ്ടാകുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 1500 മുതൽ 1600 വരെയുള്ള കാലഘട്ടം. വാസ്കോ ഡി ഗാമ ആദ്യമായി കേരളത്തിൽ വരുന്നത് 1498-ലാണ്. അദ്ദേഹം 1500-ന് ശേഷം ഇവിടെ വ്യാപകമായ രീതിയിലുള്ള നരനായാട്ട് നടത്തുകയും ചെയ്തു. അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു. അതിനു മുമ്പ് കേരളത്തിൽ പല വിദേശികൾ വന്നെങ്കിലും അവർക്കെല്ലാം തന്നെ കച്ചവട താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറബികൾ വന്നിരുന്നു, ചീനക്കാർ വന്നിരുന്നു, മറ്റു പല രാഷ്ട്രത്തിലുള്ള പലരും കേരളത്തിൽ വന്നിരുന്നു. പക്ഷേ അവർക്കെല്ലാം തന്നെ കച്ചവട താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് വാസ്കോ ഡി ഗാമക്ക് ഇവിടുത്തെ അധിനിവേശം കൂടി താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധിനിവേശം താല്പര്യമുണ്ടായപ്പോൾ, അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ പ്രകടമായപ്പോൾ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അക്കാലത്ത് ഇവിടെ ഭരിച്ചിരുന്നത് സാമൂതിരി രാജാക്കന്മാരായിരുന്നു. സാമൂതിരി രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. പക്ഷേ സാമൂതിരി രാജാക്കന്മാരുടെ ആസ്ഥാനം കോഴിക്കോടാണെങ്കിലും പൊന്നാനി 2ാം ആസ്ഥാനമാക്കിയ അവസരത്തിലാണ് ഈ പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങൾ ഉണ്ടായത്. അങ്ങനെ സാമൂതിരി രാജാവിൻ്റെ നേതൃത്വത്തിൽ, സാമൂതിരി രാജാവ് നമുക്കെല്ലാവർക്കും അറിയാം, നിരവധി ക്ഷേത്രങ്ങളുടെ ഊരാളനാണ്, തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയാണ്. ആ സാമൂതിരി രാജാവിൻ്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും കൂടി സംഗമിച്ചും കൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ ബാല്യകാല സുഹൃത്തായ കുഞ്ഞാലി മരക്കാർ ഒന്നാമനെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും അങ്ങനെ കോഴിക്കോടും പൊന്നാനിയും ആസ്ഥാനമായി പോർച്ചുഗീസുകാരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സംയുക്ത സേന രൂപീകരിക്കുകയും ചെയ്തു. ആ സംയുക്ത സേനയ്ക്ക് പ്രചോദനമായി ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട കാവ്യം രചന ഉണ്ടായത് ഈ പള്ളി ആസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടായത്. ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട കാവ്യം ഉണ്ടായത് പൊന്നാനിയിൽ നിന്നാണ്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് തഹ്രീർ അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബ്ദത്തി സുൽബാൻ എന്നാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ രചിക്കുകയും ആ രചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മലബാറിൻ്റെ തീരപ്രദേശങ്ങളിൽ ഈ സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ആ പ്രതിരോധ സംവിധാനം 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ തുടരുകയും ചെയ്തു. കേരളത്തിൽ ഇന്നും പൗരാണിക ശില്പചാരുത സംരക്ഷിക്കപ്പെടുന്ന അപൂർവം പള്ളികളിൽ ഒന്നാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി, കോഴിക്കോട് കുറ്റിച്ചിറ പള്ളി, അതേപ്രകാരം തന്നെ തലശ്ശേരി ഓടത്തിൽ പള്ളി, നാദാപുരം പള്ളി, ഇങ്ങനെ നാമമാത്ര പള്ളികൾ ഇന്ന് ഈ രീതിയിലുള്ളൂ. അതായത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ പൗരാണിക പാരമ്പര്യം, കേരളത്തിൻ്റെ ശില്പചാരുതയും അതേപ്രകാരം തന്നെ പേർഷ്യൻ ശില്പചാരുതയും സമന്വയിച്ചും കൊണ്ടുള്ള നിർമ്മിച്ചൊരു പള്ളിയാണിത്. ഇതിനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് അന്നും ഇന്നും തന്നെ ആ പൈതൃക തനിമയിൽ സംരക്ഷിക്കണം എന്നുള്ളത് കമ്മിറ്റിയുടെ നിർബന്ധമാണ്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല രീതിയിലും കോടികൾ ചെലവാക്കി പള്ളി പുനരുദ്ധാരണത്തിന് പല ആളുകൾ തയ്യാറുണ്ടെങ്കിലും പക്ഷേ ആ ഇസ്ലാമിക കേരളീയ സാംസ്കാരിക പൈതൃകം നിലനിൽക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആയതുകൊണ്ടിട്ടാണ് ആ പൈതൃക തനിമ നിലനിർത്താൻ ഇന്നും പള്ളി ഈ രീതിയിൽ സ്ഥിതി ചെയ്യുന്നത്.
ഈ പ്രദേശം തന്നെ അറബി മലയാളത്തിൽ ഏകദേശം അറബി മലയാള സാഹിത്യ രംഗത്ത് 100ഓളം കൃതികൾക്ക് പിറവിയെടുത്ത പ്രദേശമാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ പരിസരം. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ചരിത്രത്തിൻ്റെ അക്ഷയഖനിയാണ് പൊന്നാനി. കേരളത്തിൽ ചരിത്ര പാരമ്പര്യ രംഗത്ത് പൊന്നാനിക്ക് തുല്യം പൊന്നാനി മാത്രമേ ഉള്ളൂ എന്നീ അവസരത്തിൽ അടിവരയിട്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.